I personally thank God Almighty for taking part in this sorrowful time. It is better to go to the house of mourning than to the house of joy. അനേക നല്ല കാര്യങ്ങൾ പറഞ്ഞത് കേട്ടു. വീണ്ടും ഞാൻ ആവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. രോഗക്കിടക്കയിലായിരുന്നപ്പോഴും ഞാൻ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുവാൻ ചെല്ലുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്നോടുള്ള ദൂത് അദ്ദേഹം അറിയിക്കുമായിരുന്നു. അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു, ഞാനും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. കർത്താവ് വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പ്രിയ കോശിച്ചാനെ കാണാനുള്ള വലിയ പ്രത്യാശയാൽ ഞാനുമായിരിക്കും. When I went to the hospital, the nursing home that he was at, to visit him, he was filled with great joy, and he always will pray for me and tell me the prophetic words that strengthen me. And it is a great hope that we have when our Lord comes in midair, that we will see him and be with him. കർത്താവിന്റെ വലിയ ദാസന്മാർ അനേക വേദിയിലും സ്റ്റേജിലുമായിരിക്കുന്നു. എല്ലാവരെയും ഓർക്കുന്നു, ചെയർമാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കവനം ചർച്ചിൽ നിന്ന് പാസ്റ്റർ നമ്മുടെ ബുദ്ധിയുണ്ടല്ലോ, അദ്ദേഹത്തെ ഓർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യും. Praise God for all great mighty men of God who are on the stage and who are in the front seats, especially for the pastor Ralph Holland. ഞാനൊരു വാക്യം വായിക്കുന്നു. സദൃശവാക്യം 15-ാം അധ്യായം 24-ാം വാക്യം. ബുദ്ധിമാന്റെ ജീവയാത്ര മേൽപോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു. In Proverbs chapter 15, verse 24, it says, "The wise, his journey is towards heaven, and the foolish is towards to the bottom of the earth." ബുദ്ധിമാൻ എപ്പോഴും മേൽപോട്ട് യാത്ര ചെയ്യുന്നവനാണ്. The wise always has a journey, and the journey is upward. നാം പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് തരുന്ന ദൈവിക പ്രത്യാശ. It's the understanding where our destination is that gives us hope. എനിക്കറിയാം, സമയം കടന്നുപോയി എന്നറിയാം. എങ്കിൽ തന്നെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് താഴെ നിന്നുകൊണ്ട് നാം പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In the time that is provided for me, I want to elaborate quickly on the place that where we're going, some details and facts about them. സ്വർഗ്ഗത്തിൽ ചെന്നാൽ ആദ്യമായി നമുക്കുള്ളത് പിതാവായ ദൈവത്തെ നാം കാണുമെന്നുള്ളത്. When we go to heaven, the first thing that we have is that we see our Father. ദൈവത്തെ ആർക്ക് ഒരു നാളെ കാണുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നാം അവനെ കാണുമെന്ന വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. Even though we cannot see our Lord in our body today, in Revelation it is there that we will see our Father with our eyes. അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം ഇരിക്കുമെന്നും അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണുമെന്നും വെളിപ്പാട് പുസ്തകം പറയും. It says in Revelation that we will see our Father in His kingdom. തനിമല ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തൻ ഇരുന്നു. അത് ഇംഗ്ലീഷ് വായിക്കും, ദിവസങ്ങൾക്ക് പൂർവ്വനായ ഹോമയായ ദൈവം ഇരിക്കുന്ന കാഴ്ച ദാനിയേൽ കണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നാം ദൈവത്തെ തന്റെ മഹത്വത്തിൽ കാണും. If Daniel saw the vision of God sitting there, we too one day will see our Father sitting on the throne. രണ്ടാമത് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ കാണും. Number 2 is that we will see our great high priest, who is our Lord Jesus Christ. കാൽവരിയിൽ വിരൂപമായ മുഖത്തോടുകൂടെ ഉള്ളവനല്ല. It is not the face that you saw on the cross of Calvary. നിലയങ്കി ധരിച്ച് മാനത്ത് പൊൻകച്ച കെട്ടിയവനായി. It's the one who is adorned in the royal robe. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയായവനും. Is the one who has a hair like snow. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. And the eyes are already like fiery. കാല് ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട് സദൃശ്യത്തോടുകൂടെയും. And the feet that is likened to gold. തന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയും കർത്താവിനെ ഞാൻ ഇവിടെ കാണും. And his face radiant as the sun is shining. മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ അനുഭവം നാം ഇപ്പോൾ അനുഭവിക്കുന്നെങ്കിലും ഞാൻ വിചാരിക്കുന്നു സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ആത്മീയ ശരീരം കൊണ്ട് അതിന്റെ മഹത്വത്തിൽ കാണുവാൻ നമുക്ക് കഴിയും. And we will see that even though we're experiencing the Holy Spirit today, that day we'll experience it in greater depth. രണ്ടാമത് ഞാൻ ഇവിടെ കാണുന്നത് എന്റെ പേരെഴുതിയ ജീവന്റെ പുസ്തകം ഞാൻ ഇവിടെ കാണും. The next thing that we will see there is the book of life, where our name is written there. എന്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ വീവരമാണ്. My homeland is Viyapuram. എന്റെ പേര് ജോർജ് കുട്ടി എന്ന് മാത്രം എഴുതിയാൽ എന്റെ ഉപ്പാപ്പന്റെ പേര് ജോർജ് കുട്ടിയാ. വീവർക്ക് വേറെ ജോർജ് കുട്ടിമാരുണ്ട്, അവരെല്ലാം ഒളിച്ചു. There are other people who have my name that's there. അവിടെ ഞാൻ വിചാരിക്കുന്നു ദൈവം എന്റെ പേര് വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കും. ഇന്ത്യയിൽ കേരള സ്റ്റേറ്റിൽ
വീര്യവരം പഞ്ചായത്തിൽ ഗീവർഗീസ് ദാനിയേലിന്റെ മകൻ വീര്യവരം ജോർജ് കുട്ടി എന്ന എന്റെ പേര് വിളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. No, my expectation is that when he calls my name, he will call it in a way that I will recognize it only me, or I will just go up to that time. നിങ്ങൾ ഓർക്കണമേ, ആ സദസ്സ് കോടാനുകോടി ദൂതന്മാരും ആയിരക്കണക്കിന് വിശുദ്ധന്മാരും നിൽക്കുന്ന ആ മഹാസദസ്സിൽ ജീവന്റെ പുസ്തകം തുറന്ന് എന്റെ പേര് വിളിക്കുമ്പോൾ ഇനി ഞാൻ നൃത്തം കൊണ്ട് ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. When there are thousands of angels and thousands of saints that are standing there, when my name is called at the other shore, I'll be dancing to receive my crown. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓർമ്മയുടെ പുസ്തകം തുറക്കുന്നത് ഞാൻ കാണും. And there is a book of remembrance where he opens it up and finds all my deeds that I have done. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്തതുവരെ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Even for the Lord's name, the glass of water I have given to others, that will be even recorded in detail. മൂന്നാമത്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യ സുവിശേഷം അവിടെ തുറന്ന് പുസ്തകത്തിനനുസരിച്ച് ദൈവവചനത്തിനനുസരിച്ച് ന്യായവിധിക്ക് വേണ്ടി തുറക്കുന്ന വിശുദ്ധ ഗ്രന്ഥവും ഞാൻ അവിടെ കാണും. Also, I see, the word I spoke right now, I'm speaking here, all that will be recorded there as well. നാലാമത്, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്, എന്നാൽ ഞാൻ ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. എന്നാൽ എന്റെ പൗരത്വമുള്ള സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം എനിക്ക് അവിടെ ലഭിക്കും. Also my citizenship is in heaven. When I get there will be more than joy that I can even express. അഞ്ചാമത്തെ കാര്യം, എന്റെ ഈ ശരീരം, കോശിക്കായ ഈ ശരീരം അല്പം കഴിയുമ്പോൾ, കുറെ നാളുകൾ കഴിയുമ്പോൾ മണ്ണിനോട് ദ്രവിച്ചു തരും. എന്നാൽ കൈപ്പണിയല്ലാത്ത ഒരു തേജസ്സിന്റെ ശരീരം ഹോമയായ ദൈവം എനിക്ക് നൽകി തരും. In a few moments, our pastor Koshi Samuel, our bodies will all be decomposed and joined with mud. But there's a body that will never decompose, and that's a body that I will receive. അപമാനത്തിൽ വിലക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. In foolishness and in mockery, we put down, but in glory we are lifted high. ബലഹീനതയിൽ വിലക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തും. In our weakness we have sown, but in the strength of God we've been risen. പ്രാകൃത ശരീരം വിലക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തും. All our body, all the nature of our body will be decomposed, but in spirit we will be risen. ദേവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. Immoral will see mortal. മർത്യമായ അമർത്യത്തെ പ്രാപിക്കും. Immortal will see mortal as well. യോബ് പറയുന്നു, എന്റെ ശരീരം ഇങ്ങനെ നശിച്ചു പോയാലും ഒരു ദിവസം ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. Job says, I will see my Lord, my Redeemer with my eyes. അപ്പോൾ തേജസ്സിന്റെ ശരീരം എനിക്ക് ലഭിക്കും. So I will receive a body of glory of അത് God. മാത്രമല്ല, എനിക്ക് സ്വർഗത്തിൽ വാസസ്ഥലങ്ങളുണ്ട്. Not only that, it doesn't end there, but there are many rooms that are prepared for എന്റെ me. പിതാവിന്റെ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many rooms that my Father has in His mansion. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് If പറയുമായിരുന്നു, not, I will tell you that. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. I'm going to prepare a place for ഞാൻ you. പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ. Once I prepare my place for you, I will come back again and then bring you up with me. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഏകദേശം 1500 മൈൽ ചുറ്റളവുള്ള, 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരമുള്ള, ഏകദേശം അത്രയും ഉയരമുള്ള ഒരു വലിയ തങ്ക നിർമ്മിതമായ ഒരു സ്ഥാപനം, ഒരു പട്ടണം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. I praise and thank God that God is preparing a place for me, 1,600 miles, all height and depth and length and width, that God is preparing for us and those in Christ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് നമുക്ക് വേണ്ടി വെച്ചിരുന്ന പ്രതിഫലങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് കാണുന്നുണ്ട്. I'm seeing a list for all the blessings that we receive back. വീണ്ടും ഞങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പൊൻകിരീടം ലഭിക്കും. There is a crown of righteousness for those who are saved and who are in Christ. ഓട്ടക്കളത്തിൽ ഓടി ജയിച്ചവർക്ക് വാടാത്ത കിരീടം ലഭിക്കും. And there is a crown of not shedding glory for those who run the race and finish strong. ആത്മാക്കളെ നേടിയവർക്ക് പ്രശംസാ കിരീടം ലഭിക്കും. And there is another crown for those who have received and won souls in the kingdom of God. അവസാനത്തോളം വിശ്വാസം കാത്തവർക്കും ജയാളികൾക്കും നീതിയുടെ കിരീടം ലഭിക്കും. A crown of righteousness for those who kept their faith and they fought well. പരീക്ഷ സഹിച്ചവർക്കും കഷ്ടം സഹിച്ചവർക്കും ജീവകിരീടം ലഭിക്കും. And a crown of life will be given to those who endure persecution and trials and have won victory over that. സഭാധ്യക്ഷന്മാരായിരുന്നവർക്ക് തേജസ്സിന്റെ കിരീടം ലഭിക്കും. And a crown of
glory will be given for those who mediate in behalf of the church. ഒൻപതാമത്തെ കാര്യം എനിക്ക് അവിടെ നിലനിൽക്കുന്ന ഉത്തമ ഒരു സമ്പത്തുണ്ട്. You know, there is a treasure that will be everlasting in that way. ആരംഭകാലത്ത് ക്രിസ്ത്യാനികൾ എവിടെ സമ്പത്ത് സന്തോഷത്തോടെ സഹിപ്പാൻ കാര്യം അവർക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് സഹിച്ചത്. Our forefathers endured trials with joy because not a treasure here, but a treasure that endures in heaven. പത്താമത്തെ കാര്യം പഴയ നിയമ വിശുദ്ധന്മാരെ എല്ലാവരെയും ഞാൻ കാണും. Also, I see the saints of God from the Old Testament. ഒന്നാമനായി മരിച്ച രക്തസാക്ഷിയായ ഹാബേലിനെ ഞാൻ കാണും. I see the one that was a blood martyr, Abel. ആദം ഹവ്വ ആദ്യമായവരെ കാണും. See Adam and Eve. ദൈവത്തോട് കൂടെ ഹാനോക്കിനെ കാണും. See the one who walked with God, Hannah. പെട്ടകത്തിൽ കൂടെ രക്ഷപ്രാപിച്ച നോഹയെ കാണും. See Noah who was saved through the ark. വിശ്വാസത്തിനായ അബ്രഹാമിനെ ഞാൻ കാണും. See our faith warrior Abraham. ഇസ്ഹാക്ക് യാക്കോബ് ആദ്യമായവരെ ഞാൻ കാണും. See Isaac and Jacob. കർത്തർ സഹിച്ച യോബിനെ ഞാൻ കാണും. See Job. ഇസ്രായേലിന്റെ മധുരകായനായ ദാവീദിനെ കാണും. We see the great songwriter Israel David. റൂത്ത് ആദ്യമായവരെ ഞാൻ കാണും. Sarah, Esther, Ruth, I see. മത്സ്യത്തിന്റെ വായിൽ കൂടെ രക്ഷപ്രാപിച്ച യോനെ ഞാൻ കാണും. I see the one who was saved by the whale Jonah. യേശുക്രിസ്തുവിനെ സാരപ്പെടുത്തിയ യോഹന്നാൻ ശ്രാവകനെ ഞാൻ കാണും. You see John the Baptist who baptized Jesus. അത് തന്നെ എത്രയോ വലിയ സന്തോഷമാണ്. It's a great joy to see them. അടുത്ത ഞാൻ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരെ എല്ലാവരെയും കാണും. I see the apostles in the New Testament. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിനെ ക്ഷയിക്കാൻ കൊടുത്തിട്ട് 14 നീണ്ട ലേഖനങ്ങൾ എഴുതി ദൈവസഭയെ സമ്പുഷ്ടമാക്കിയതിന് ഞാൻ പ്രത്യേകം നന്ദി അദ്ദേഹത്തോട് പറയും. I will also give a great thanks to Apostle Paul for the great letters and great emphasis he has given to the Church of God. തോമസ്ലിയായിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയും. അദ്ദേഹം വന്ന് കേരളക്കരയിൽ വന്ന കേരളക്കരയിൽ വന്നതുകൊണ്ട് പ്രത്യേക നന്ദിയാണ് അദ്ദേഹത്തെ അറിയിച്ചു. Also, I will say thanks to the Apostle Thomas who came to India to do the great missionary work. ധന്യമല്ല C.S. Spurgeon, D.L. Moody, K.E. Abraham, Sir Pastor P.D. Johnson, Pastor P.J. Daniel, Sharon Thomason, ആദിയായ കർത്താവിൽ മരിച്ച ഭക്തന്മാരായ എല്ലാ ദൈവദാസന്മാരെയും ഞാൻ കാണും. I see great saints of God as D.L. Moody and Spurgeon and great men of God like K.E. Abraham and so on and so forth. 12 കർത്താവിൽ മരിച്ച എന്റെ മാതാപിതാക്കന്മാർ എന്റെ സഹോദരന്മാരെല്ലാവരെയും ഞാൻ കാണും. And point 12 is I will see my father and my brothers there who died in Christ. 13 സന്ദേശവാഹകന്മാരായ ദൂതന്മാരെയും അവരുടെ തലവനാകുന്ന ഗബ്രിയേലിനെയും ഞാൻ കാണും. I will see the great messengers and the angel of God, the angel of the Lord, and also the leader Gabriel. ശിക്ഷയും യുദ്ധവും നടത്തുന്ന ദൂതന്മാരെയും അവരുടെ തലവനാകുന്ന മീഖായേലിനെയും ഞാൻ കാണും. I will see the angels great as Michael and those who have endured the war. സ്വർഗ്ഗസിംഹാസനത്തെ പാട്ടുകൾ പാടി ആനന്ദിപ്പിക്കുന്ന 6 ചിറകുള്ള ശ്രാപ്പന്മാരെ ഞാൻ കാണും. I will see the seraphims who lead the great worship in heaven. കാവൽ ദൂതന്മാരായ കെറൂബുകളെ ഞാൻ കാണും. I see the cherubs who are protections over us. തേജസ്സേറിയ ഇരിപ്പിടങ്ങൾ ഞാൻ കാണും. I will see the great thrones out there. ആർക്കും എണ്ണിക്കൂടാത്ത സേവകാത്മാക്കളെ ഞാൻ കാണും. I will see the serving spirits that are there. ഇപ്പോഴും എന്റെ കൂടെ ചില ദൂതന്മാരുണ്ടോ എന്നാൽ എന്റെ കണ്ണുകളാൽ കാണത്തില്ല. അന്ന് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ കാവൽ ചെയ്ത ദൂതന്മാരെ കണ്ട് അന്ന് ഞാൻ അവരോട് നന്ദി പറയും. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ മുന്നമേ വന്നെന്നെ വിടുവിച്ചവരും ആപത്തിനെ വിടുവിച്ചവരും അതെല്ലാം വന്ന് വെളിപ്പെട്ടു വരും. ആ ദൂതന്മാരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I have a great heart full of thanks to the angels of the Lord who are around me right now, who protected me from all the accidents and all the dangers. But now I don't see them in my visible eyes, but one day I will see them and have a great thanksgiving with them. ഞാൻ സ്വർഗ്ഗത്തിൽ നോക്കുമ്പോൾ അനേകം ദൈവമക്കൾക്ക് വച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളെ ഞാൻ കാണും. തേജസ്സേറിയ ഇരിപ്പിടങ്ങളെ കാണും. I will see all the seats that are adorned for the saints of God, the children of God that are there. കുമ്പനാട് കൺവെൻഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എല്ലാവരുടെയും പേരെഴുതി സീറ്റുണ്ട്. സ്വർഗ്ഗത്തിൽ ചെന്നാൽ അങ്ങനെ ഒരു സീറ്റില്ല. വിശ്വസ്തന്മാർക്ക്, കർത്താവിന്റെ വേല ചെയ്തവർക്ക്, കഷ്ടം സഹിച്ചവർക്ക്, ആത്മാക്കളെ നേടിയവർക്ക് അവിടെ ചെല്ലുമ്പോൾ ആ സീറ്റിലിരിക്കുവാൻ ഞാനും നിങ്ങളും യോഗ്യരാണോ എന്ന് ഒരു സ്വയംശോധന ചെയ്യുവാൻ ഇന്ന് പാലക്കാട് ഇവിടെയാകട്ടെ. In certain conventions we see delegate seats for a particular person, but in heaven it's not like that. It is for the saints of God who won this life, who fought the good fight, who finished the race properly and faithfully. Those names were written there, likewise to their own else. ദൈവസിംഹാസനത്തിന് മുമ്പിൽ കൂടെ ഒഴുകുന്ന പളിഞ്ചുറത്ത കണ്ണാടിക്കടൽ ഞാൻ കാണും. I will see the great river that's there in front of us. സ്വർഗ്ഗത്തിലും തോട്ടമുണ്ടോ? There is a garden there. സ്വർഗ്ഗത്തിൽ നദികളുണ്ടോ? There are streams there. അവിടെ വായിക്കുന്നു ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. The one who fights the fight and wins that, he will have the fruit of life. ഈ ഇത്രയും കാര്യം കേട്ടപ്പോൾ നമുക്ക് തന്നെ ഇപ്പൊ തോന്നുന്നു
times, we want to go with them as well. എന്നാൽ കോശിച്ചാൽ ഇപ്പൊ പോകട്ടെ, കർത്താവിന്റെ വരവ് താമസമുണ്ടെങ്കിൽ നാം എല്ലാവരും ഒന്നുകിൽ മരണം വഴി അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നാം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും. Pastor Coach said, we'll go at an appointed time. We will also have an appointed time. Either number one, it's your death, or number two, it's the coming of the Lord. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നത് ആകാശമേഖലയിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ അടിക്കപ്പെടുന്ന സമയം സമാഗതമായതോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. Praise God and thank God for that time is at hand. When our trumpet will sound and the Lord will come with the archangel and the dead in Christ will rise first. And then after those who are alive will follow. It is time, that time is at hand. യേശുവിനെ രക്ഷകനായി എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise and thank God for those who accepted the Lord, Savior Jesus Christ. എന്നാൽ ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, If there's anyone in this audience today that have not received Jesus Christ as your personal Savior, ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. today is a great blessed time for you to take that അങ്ങനെ step. സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെന്നീരുന്ന സ്ഥലം നരകമാണ്. If not, the destination that you're headed towards is not heaven but hell. അവിടുത്തെ രണ്ടു വാരം കൂടെ കേട്ടിട്ട് പോയാൽ മതി, അവിടെ ചാവാത്ത മുടുക്കളുണ്ടോ? Amen. One thing that's in hell is this: the worms that never die. അവിടെ ശ്വാസം മുട്ടിക്കുന്ന വലിയ പുകയുണ്ടോ? There's a smoke that will, it's impossible to breathe. വലിയ കൂരിട്ടുണ്ടോ? There's great darkness. അവിടെ മിക്കവാറുള്ളത് കരച്ചിലും പല്ലുകടിയും മാത്രമാണ്. Everything you can hear is crying and bitterness. അവിടെ ചെന്നാൽ ഒരിക്കൽ പോലും പ്രമോഷൻ കിട്ടത്തില്ല. There was not a promotion in hell. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാളെ പാമ്പ് കടിച്ചു. Last time I told that the person was bitten by a ആ snake. പാമ്പിന്റെ വിഷം ഇറക്കുന്നത് മരണത്തിന് മുൻപാണ്. And that poison needs to come out before the person dies. മരിച്ച ശേഷം വിഷം ഇറക്കുവാൻ കഴിയത്തില്ല. If the person dies and then you take that poison out, it's no use. ഒരാൾ മരിച്ച ശേഷം ഏത് ശുശ്രൂഷ ചെയ്താലും പ്രമോഷൻ കിട്ടത്തില്ല. ജീവനോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ സ്വീകരിക്കണം. When a person dies, that's not when you take the things out and start talking about living that life. It's before that person dies, how well they lived. അദ്ദേഹത്തിലെ കോശാന്റെ മക്കളെയും കൊച്ചുമക്കളെയും ദേശിമാമയും പ്രത്യേകിച്ച് ഡോക്ടർ ജോൺസൺ കുടുംബം സിനു കൊച്ചുമക്കൾ എല്ലാവരെയും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise and thank God for his dear family. അവർ കർത്താവിന്റെ വേലയിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നവരാണ്. They're very active in the Lord's word. ദൈവമായ കർത്താവ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കട്ടെ. And the Lord, the peace that passes all understanding, will may reign in their hearts. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God richly abundantly bless you with these words. Praise.